കടവനാട് പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ആദരവും ലഹരി വിരുദ്ധ ക്ലാസും സഹായ ധനവിതരണവും ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷമായി സാമൂഹ്യ സേവന ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കടവനാട് പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ SSLC, +2, USS, LSS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ലഹരി വിരുദ്ധ ക്ലാസും സഹായ ധനവിതരണവും ഞായറാഴ്ച 3 മണിക്ക് കടവനാട് GLP സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് ഈ പ്രാവശ്യം നമ്മൾ LSS, USS, SSLC, +2 ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കലും പ്രമുഖ വ്യക്തികളെ ആദരിക്കലും കൂടി ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഒരു കലാപരിപാടി എടപ്പാൾ വിശ്വം നയിക്കുന്ന ഒരു ഗാനമേളയും കൂടി നടത്തുന്നുണ്ട്. അതിന് MLA നമ്മുടെ ചെയർമാൻസിനെയും എല്ലാം അവരെല്ലാവരും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. KP നൌഷാദ് അലി MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ CV സുധ അനുമോദനവും ഷീൽഡ് വിതരണവും നിർവഹിക്കും. റിട്ടയർഡ് തഹസിൽദാർ P ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് M സുരേഷ് കുമാർ, A ഗംഗാധരൻ മാസ്റ്റർ, ചെണ്ടവാദ്യ കലാകാരൻ T പരമേശ്വരൻ, MV പ്രഭാകരൻ, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് മുസ്തഫ മാസ്റ്റർ, ഗായകൻ എടപ്പാൾ വിശ്വൻ എന്നിവരെ ആദരിക്കും. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് സിവിൽ പോലീസ് ഓഫീസർ ഖമറുന്നിസ നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരികളായ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, ഗംഗാധരൻ മാസ്റ്റർ, വർക്കിംഗ് പ്രസിഡന്റ് സുഭാഷ് കൊരട്ടിയിൽ, സെക്രട്ടറി മണികണ്ഠൻ കൊട്ടേപ്പാട്ട്, ജോയിന്റ് സെക്രട്ടറി അനീഷ് കുമാർ പള്ളിക്കര, എക്സിക്യൂട്ടീവ് മെമ്പർ ബൈജു തെക്കഞ്ചേരി എന്നിവർ പങ്കെടുത്തു. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക്, വിദേശികളായ അവിടെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെ കുറച്ച് പേര് ചേർന്നു. കേവലം ഒരു 7 പേരാണ് ആദ്യത്തെ ആ ഒരു സംരംഭത്തിനുണ്ടായിരുന്നത്, ഈ കൂട്ടായ്മയിൽ വന്നത്. പിന്നീട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് നാട്ടിലെ ഒരു പ്രതീക്ഷയായി മാറുകയാണ് നാട്ടിലെ ജനങ്ങൾക്കൊക്കെ. അപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് കടവനാട് എന്നുള്ള ഇപ്പൊ പറയുകയാണെങ്കിൽ 99% പ്രവാസികളും ഈ കൂട്ടായ്മയുടെ ഭാഗമായി. 200-ലധികം അംഗങ്ങളുള്ള ഒരു കൂട്ടായ്മയായി മാറി. അപ്പോൾ ഈ കടവനാട് എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് 200-ലധികം പ്രവാസികൾ ഈ കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോൾ ഒട്ടുമിക്ക കടവനാടുള്ള വീടുകൾ മുഴുവൻ വിദേശത്ത് ജോലി ചെയ്യുന്നതും അങ്ങനെ പ്രവാസ ജീവിതം നയിക്കുന്നതായ എല്ലാവർക്കും ഇതിന്റെ ഭാഗമായി മാറി. കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ ഇവര് നാട്ടിൽ ചെയ്തുള്ള പ്രവർത്തനങ്ങളാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജമായിട്ട് മാറിയിരിക്കുന്നത്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.